ഭാഗവത മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 31 തൊട്ട് ശ്ലോകങ്ങൾ വായിക്കാം. അതിൻ്റെ അർത്ഥവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 31. യദ്ഫലം മദ്ഗൃഹായാദം ശീഘ്രം തജ്ജ വിശിഷ്യതേ നിർഭാഗ്യസ്യാനപത്യസ്യ കിമിതോ ജീവിതേന മേ. യദ്ഫലം മദ്ഗൃഹായാദം ശീഘ്രം തജ്ജ വിശിഷ്യതേ നിർഭാഗ്യസ്യാനപത്യസ്യ കിമിതോ ജീവിതേന മേ. എൻ്റെ ഗൃഹത്തിൽ യാതൊരു ഫലപുഷ്പാദികൾ വന്നു ചേരുന്നുവോ അതെല്ലാം അതിവേഗത്തിൽ ശുഷ്കിച്ചു പോകും. അത്രത്തോളം ഭാഗ്യഹീനനും സന്താനമില്ലാത്തവനുമായ ഞാൻ ഇനിമേൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഫലം എന്താകുന്നു? ശ്ലോകം 32. ഇത്യുക്താസരുരോധോഛേ സത്പാർശ്വേ സുഖദുഃഖവേഡിതഃ തദാ തസ്യ യദേശത്തെ കരുണാഭോസ്യരീയസി. ഇത്യുക്താസരോധോഛേ സത്പാർശ്വേ ദുഃഖവേഡിതഃ തദാ തസ്യ യദേശത്തെ കരുണാഭോഗരീയസി. ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖഭ്രാന്തനായ ആ ദ്വിജൻ ആ സന്യാസിയുടെ സമീപത്ത് നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ബലവതിയായ കരുണ ഉത്ഭവിച്ചു. ശ്ലോകം 33. തദ്ബലാക്ഷരമാലാം ച വാജയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യദീപശ്ചാ വിപ്രമോദേ സവിസ്തരം. തദ്ബലാക്ഷരമാലാം ച വാജയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യദീപശ്ചാത് വിപ്രമോച്ചേ സവിസ്തരം. ആ ബ്രാഹ്മണന്റെ ശിരസിൽ എഴുതിയിരിക്കുന്ന അക്ഷരമാലയെയും വായിച്ച് അറിഞ്ഞു. അത്രത്തോളം യോഗപ്രഭാവം യോഗപ്രവാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യമെല്ലാം ധരിച്ചതിൽ പിന്നെ സന്യാസി ആ ബ്രാഹ്മണനോട് വിസ്തരിച്ചു പറഞ്ഞു. യതിരുവാച. ശ്ലോകം 34. മുഞ്ചാജ്ഞാനം പ്രചാരോവം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം ദു സമാസാദ്യ ത്യജസംസാരവാസനാം. മുഞ്ചാജ്ഞാനം പ്രചാരോവം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം ദു സമാസാദ്യ ത്യജസംസാരവാസനാം. സന്യാസി പറഞ്ഞു, ലോകവിരക്തി വരുവാൻ തക്കവിധം സന്യാസി ബ്രാഹ്മണനോട് പറയുന്നു. ഹേ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപമറിയാത്തതിൻ്റെ ഫലമാകുന്നു. അജ്ഞാനത്തെ വിട്ടുകളയുക. പുത്രനുണ്ടാകുവാനുള്ള അദൃഷ്ടം അങ്ങയ്ക്കില്ല. കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയുന്നതായ വിവേകത്തെ വേണ്ടും വിധം സമ്പാദിച്ചിട്ട് സംസാരവാസനയെ വിട്ടുകളയുക. ശ്ലോകം 35. ശൃണു വിപ്രാമയാദേദ്യ പ്രാരബ്ധം ദുവിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ജനൈവ ജ. ശൃണു വിപ്രമയാദേദ്യ പ്രാരബ്ധം ദുവിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ജനൈവ ജ. ഹേ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. അങ്ങയുടെ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. 7 ജന്മം കഴിയുന്നതുവരെ അങ്ങയ്ക്ക് പുത്രൻ ജനിക്കുകയേയില്ല. ശ്ലോകം 36. സന്തതേ സഗരോ ദുഃഖം അവാപാംഗപുരാതഥ രേമുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. സന്തതേ സഗരോ ദുഃഖം അവാപാംഗപുരാതഥ രേമുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. സന്തതിക്കുള്ള ആഗ്രഹം അർത്ഥഹേതുവാണെന്ന് ഉപദേശിക്കുന്നു. സന്തതി നിമിത്തം
സകര മഹാരാജാവിനും അംഗരാജാവിനും ദുഃഖമാണുണ്ടായത്. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമത്തിൽ തന്നെയാകുന്നു സർവപ്രകാരത്തിലും സുഖമുള്ളത്. ശ്ലോകം 37. ബ്രാഹ്മണോവാച വിവേകേന ഭവത്കിം മേ പുത്രം ദേഹി ബലാദവേ നോ ചേത്യജാമ്യഹം പ്രാണാം സ്വദഗ്ധേ ശോകമൂർച്ഛിതഃ. വിവേകേന ഭവേത്കിം മേ പുത്രം ദേഹി ബലാദവേ നോ ചേത്യജാമ്യഹം പ്രാണാം സ്വദഗ്ധേ ശോകമൂർച്ഛിതഃ. ബ്രാഹ്മണൻ പറഞ്ഞു. ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്ക് എന്താണ് ഫലം? ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രനുണ്ടാകുവാൻ അനുഗ്രഹിക്കുക. അതിന് ഭാവമില്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ കർത്തവ്യങ്ങളെ തിരിച്ചറിവാൻ ആസക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിപ്പാൻ പോകുന്നു. ശ്ലോകം 38. പുത്രാദി സുഖഹീനോയം സന്യാസശുഷ്കയേവ ഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്രസമന്വിതഃ. പുത്രാദി സുഖഹീനോയം സന്യാസശുഷ്കയേവ ഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്രസമന്വിതഃ. പുത്രാദികളിൽ നിന്നും ലഭിക്കാവുന്ന സുഖത്തോടു കൂടാതിരിക്കുന്ന ഈ സന്യാസം രസമില്ലാത്തത് തന്നെ നിശ്ചയം. പുത്രപൗത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഗൃഹസ്ഥാശ്രമം തന്നെ രസാവഹം. ശ്ലോകം 39. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീസസ്തബോധന ചിത്രകേതുർഗതകഷ്ടം വിധിലേഖമിവാർജനാത്. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീസസ്തബോധന ചിത്രകേതുർഗതകഷ്ടം വിധിലേഖവിമാർജനാത്. ബ്രാഹ്മണൻ ഇപ്രകാരം പുത്രനെ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ആ സന്യാസി പറഞ്ഞു, ബ്രഹ്മകൽപ്പനയെ നിരസിച്ചിട്ടും യോഗബലത്താൽ അങ്ങയ്ക്ക് പുത്രനെ ഞാൻ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ഇത് തന്നെ നന്നല്ല. ബ്രഹ്മകൽപ്പനയെ മാറ്റി തീർക്കാൻ ആവശ്യപ്പെട്ട ചിത്രകേതുവെന്നു പേരായ രാജാവ് വളരെ കഷ്ടത്തിലകപ്പെട്ടു. ശ്ലോകം 40. നസ്യാസ്യസി സുഖം പുത്രാൻ യഥാ ദൈവഹതോദ്യമ അതോ ഖഡേന യുക്തോസി ഹൃദിനം കീ വദാമ്യഹം. നയാസ്യസി സുഖം പുത്രാത് വൃഥാ ദൈവഹതോദ്യമ തതോ ഖഡേന യുക്തോസി ഹൃദിനം കീ വദാമ്യഹം. അങ്ങയ്ക്ക് പുത്രനുണ്ടായാലും അവനിൽ നിന്ന് സുഖമുണ്ടാകയില്ല. പരിശ്രമം സകലവും പൂർവജന്മ സഞ്ചിത പാപത്താൽ നിഷ്ഫലിക്കപ്പെട്ടു പോകുന്ന ഒരുവന് സുഖം എങ്ങനെയുണ്ടാകും? അതുകൊണ്ട് അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല. അഥവാ യാചകനായി വന്നിരിക്കുന്ന അങ്ങയോട് ഇതിന്മീതെ ഞാൻ എന്തു പറയും? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവപാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.